കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. വാളകം പഞ്ചായത്ത് 9ാം വാർഡ് അംഗൻവാടി പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാബു ജോൺ ഉദ്ഘാടനം ചെയ്തു. വാളകം പഞ്ചായത്ത് 9ാം വാർഡ് അംഗൻവാടി പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാബു ജോൺ ഉദ്ഘാടനം ചെയ്തു. ഒരു 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെ അംഗൻവാടിയിൽ ഏൽപ്പിക്കുന്നു. അവരെ അക്ഷരാഭ്യാസം പഠിപ്പിച്ച് അവരെ തിരിച്ച് അയക്കുന്ന ഒരു കർത്തവ്യം മാത്രമായിട്ടാണ് സാധാരണ ജനങ്ങൾ കരുതുന്നത്. പക്ഷേ ഈ അംഗൻവാടി പ്രവർത്തനത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഒട്ടനവധി പ്രോജക്റ്റുകൾ ഈ അംഗൻവാടി വഴി നടപ്പാക്കുന്നു. ഇപ്പൊ നമുക്കറിയാം, അഡോളസന്റ് കേസിന്റെ പെൺകുട്ടികളുടെ കൗമാരക്കാരായ പെൺകുട്ടികളുടെ കാര്യങ്ങൾ ഉൾപ്പെടെ, അതുപോലെ തന്നെ ഗർഭിണികളായ അമ്മമാർ ഉൾപ്പെടെ, അതുപോലെ തന്നെ മുല കുടിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ള നമ്മുടെ ഒരു തലമുറ മുഴുവൻ അംഗൻവാടിയുമായി ബന്ധപ്പെട്ട് മാത്രമാണ് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് പ്രാഥമികമായിട്ട് ഏറ്റവും അത്യന്താപേക്ഷിതമായ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കരുതേണ്ടത് അംഗൻവാടിയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാബു ജോൺ എല്ലാ കുട്ടികൾക്കും മധുര പലഹാരങ്ങളും ക്രയോൺസ് തുടങ്ങിയ സാധനങ്ങളും വിതരണം ചെയ്തു. വാർഡ് മെമ്പർ PS രാജേഷ് അധ്യക്ഷത വഹിച്ചു. വിവിധ വാർഡുകളിലെ അംഗൻവാടികളിൽ നടന്ന പ്രവേശനോത്സവത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് രജിത സുധാകരൻ, വൈസ് പ്രസിഡന്റ് ജിജോ പാപ്പാലിൽ, സൂസി പൗലോസ്, ജോളിമോൻ ചുണ്ടയിൽ, മഞ്ജു ബിനോയ്, ബൈസി എബി, PM എൽദോ, എബി പോൾ, സഞ്ജു പോൾ, ബിന്ദു ദിലീപ്, എൽദോസ് കടാതി, അംഗൻവാടി ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.